ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. മോളെ. ആ ചാർലി ചേട്ടനോ? മോളെ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ അടുത്തുള്ള വീട്ടിലുള്ളവർ പറഞ്ഞു മോള് പുറത്തേക്ക് പോയിരിക്കുകയെന്ന്. ഇപ്പോൾ വരുമെന്നും പറഞ്ഞു. അതാ ഞാൻ അവിടെ കാത്തു നിന്നു. ചേട്ടാ, ഇത് അപ്പന്റെ കൂട്ടുകാരനാ. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ മരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, എന്താ ചേട്ടാ? അതെ മോളെ, ഞാനും അപ്പനും പരസ്പരം ജാമ്യം നിന്ന് ഒരു ലോൺ എടുത്തിരുന്നു. എൻ്റേത് ഞാൻ അടച്ചു തീർത്തു. അപ്പൻ മുടക്ക് വരുത്തിയിരുന്നു. എനിക്ക് നോട്ടീസ് വന്നപ്പോൾ ഞാനത് ഓർമ്മിപ്പിച്ചായിരുന്നു. ഇപ്പോൾ അപ്പൻ മരിച്ചതിന് ശേഷം അപ്പൻ അടയ്ക്കേണ്ട തുക ജാമ്യക്കാരനായ ഞാൻ അടയ്ക്കണമെന്നാണ് പറയുന്നത്. നോട്ടീസ് വന്നിട്ടുണ്ടേ. എൻ്റേത് തന്നെ ഞാൻ അടച്ചു തീർത്തത് വളരെ ബുദ്ധിമുട്ടിയാണ്. അതുകൊണ്ട് ആ തുക എങ്ങനെയെങ്കിലും അടച്ച് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. മോള് ആലോചിച്ച് പറഞ്ഞാൽ മതി. അതേ, ആലോചിക്കാനൊന്നുമില്ല. ദേ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഇപ്പോഴത്തെ കണ്ടീഷനിലേ ചേട്ടൻ പറയുന്ന ലോൺ അടക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. എത്രയാണ് ലോൺ തുക? അത് പലിശ അടക്കം ഒരു 30,000 രൂപ വരും. കേട്ടിട്ട് തല മരവിക്കണല്ല. 30,000 രൂപയെ. അല്ല, നിനക്കറിയോ അപ്പൻ ഇങ്ങനെ ലോൺ എടുത്ത കാര്യം? ഇല്ല. കണ്ട, സ്വന്തം മകൾക്ക് പോലും അറിയാൻ പാടില്ല. പിന്നെയാണ് മരുമകനായ ഞാൻ. അല്ല, അങ്ങനെ പറഞ്ഞാലെങ്ങനെ? എന്താ പറയില്ല, നീ അറിയാം. അതേ, ഇവരോട് ആരോടും ചോദിച്ചിട്ടാണോ നിങ്ങൾ ലോൺ എടുത്തത്? അല്ല, ചേട്ടന് ആ സമയത്ത് കാശിന് കുറച്ച് ആവശ്യം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം ഓർക്കണം. ജാമ്യക്കാരെന്ന് പറഞ്ഞാലേ ഒരു സാക്ഷിയല്ല, ഒരു ഗ്യാരണ്ടറാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ് ജാമ്യക്കാരന്. ഞാനും ഒക്കെ ലോൺ എടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ട്. അല്ലാതെ ലോൺ എടുത്തവന് ഇതുപോലെ പോയി ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഒന്നും മുന്നാണ്ടിരി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളിപ്പോൾ തൽക്കാലം നല്ല ബുദ്ധിമുട്ടിലാണ്. അല്ല, ഒരാളായിട്ട് വേണ്ട, 2 പേരും കൂടി അടച്ചാൽ മതി. ഞങ്ങൾ 2 കൂടിയാ? ചേട്ടൻ മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? നിങ്ങൾ 2 പേരും കൂടിയല്ല, ഈ കൊച്ചിന്റെ ആങ്ങളയില്ലേ, ഒരു ജോണി. ബെസ്റ്റ്. അളിയൻ ഞങ്ങളിലും വലിയ ഘട്ടത്തിലാണ്. അങ്ങോട്ട് ചെന്ന് ഇത് പറയേണ്ട കാര്യമുള്ളൂ. ആളിയൻ ഒറ്റക്കാണ് നടത്തി തീർക്കും. ചേട്ടൻ വേറെ വല്ല വഴി നോക്ക്. അല്ല, വേറെന്ത് വഴി? അത് ഞാനെങ്ങനെ പറഞ്ഞു തരാൻ? പിന്നെ ചേട്ടന് മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഈ വക കാര്യങ്ങളേ പെണ്ണുങ്ങളുമായിട്ടല്ല സംസാരിക്കണത്, ആണുങ്ങളുമായിട്ടാണ്. അല്ല, അളിയനോട് സംസാരിച്ചായിരുന്ന? ഇല്ല. മോളെ കണ്ടപ്പോ ആദ്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളു. ചേട്ടാ, എടി ഒന്നും ഉണ്ടാണ്ടിരി. ചേട്ടാ, തൊട്ടടുത്ത് വടിവത്തിൽ ഇവിടെ നിൽക്കണേ എന്നോട് സംസാരിക്കാൻ പാടില്ലായിരുന്ന? അവളുടെ ഭർത്താവായ ഞാൻ. ആ എന്നോട് സംസാരിക്കാതെ ഇവളോട് കാര്യങ്ങൾ പറഞ്ഞു. അതല്ല മര്യാദ. മര്യാദ എന്നോട് സംസാരിക്കണമായിരുന്നു, ആണുങ്ങളോട് സംസാരിക്കണം. വാ, നീ കിടക്ക്. വാ മോളെ. നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും. എസെക്കിയേൽ 18-ാം അധ്യായം 20-ാം വാക്യം.
ചേട്ടൻ എന്തൊക്കെയാ ചേട്ടനോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞേക്ക് നീ കേട്ടല്ലേ? ആ കേട്ടതാ. ഉം. അത് ശരിയല്ലെന്നാ ഞാൻ ഈ പറയുന്നത്. അപ്പൻ അങ്ങനെ ഒരു ലോൺ ഈ ചേട്ടൻ ജാമ്യത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ ഞാനും ചേട്ടനൊക്കെ ബാധ്യസ്ഥരാ. ഞാനാ? ഞാൻ എന്തിനാണ്? ചേട്ടനല്ല, പിന്നെ? ജോണി ചേട്ടൻ. ആഹാ, അപ്പൊ ആദ്യ പ്രതിയായ നിങ്ങൾക്ക് രണ്ടുപേരും ഗുണമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ രണ്ടാളും കൂടി 15,000 രൂപ വെച്ച് കൊടുക്കേണ്ടി വരാറില്ലേ? വരും. ഈ വകയിൽ നീ 10 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. ചേട്ടാ, ആ, ഇത് ശരിക്കും പാപം കിട്ടുന്ന പരിപാടിയാ. അപ്പം മരിച്ചപ്പോ കിട്ടിയ ആനുകൂല്യങ്ങള് നമ്മൾ രണ്ടും കൂടിയല്ലേ പങ്കിട്ടെടുത്തത്? നമ്മളാ? ഓ, നിങ്ങളല്ല, പിന്നെ? ഞാനും ജോണി ചേട്ടനും കൂടി. ആ, ആ. അതെത്രയാ? ഒരു 6 ലക്ഷം രൂപ. അത് പങ്കിട്ടെടുത്തപ്പോ വെറും 3 ലക്ഷം രൂപ എനിക്ക് കിട്ടി. അതുകൊണ്ട് വീടിന്റെ മെയിൻ്റെനൻസ് പണി നടന്നില്ലേ. പിന്നെ എനിക്കൊരു വണ്ടി എടുത്ത് അതിപ്പോ ദേ ബസ് സ്റ്റോപ്പിലുമാണ്. ഒടുവിൽ ദേ ഈ കൊച്ചിനെ കൊണ്ട് പെരുവിടി കൂടെ നടക്കേണ്ട ഗതികേട്ടിലായില്ലേ. ഇതൊക്കെ മുടന്ത ന്യായങ്ങളാ. അപ്പന്റെ ആനുകൂല്യങ്ങൾ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിലേ ബാധ്യതകൾ തീർക്കാനും നമ്മൾ ബാധ്യസ്ഥരാ. എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? അതുകൂടി നീ ഒന്ന് പറ. ആ വീടിന്റെ മെയിൻ്റനൻസിനെ അപ്പന്റെ കാശ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? ആ, അത് ഇത്രയൊന്നും ആലോചിക്കണ്ട. എവിടെന്നെങ്കിലും കടം മേടിക്കും. അതുപോലെ അങ്ങ് ചെയ്താൽ മതി. വാ മോളെ. കൊടുക്കാതിരിക്കണ എന്താ ഒരു വഴി? ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. പ്രഭാഷകൻ 42-ാം അധ്യായം 20-ാം വാക്യം. ചേട്ടൻ വരുന്നുണ്ടോ? ആ, ഹലോ. ഹലോ അളിയ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. എന്താ? അപ്പൻ്റെ കൂട്ടുകാരൻ ഒരു തെണ്ടി. അപ്പനേ ഒരു ലോണിന് ജാമ്യം നിന്നു. ഇപ്പൊ ആ തുക ബാങ്കിൽ നമ്മൾ അടക്കണമെന്നും പറഞ്ഞിട്ട് അളിയൻ്റെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഹലോ ഹലോ. വന്നു കഴിഞ്ഞാ പറ്റില്ല, ഇപ്പൊ അതിനുള്ള കപ്പാസിറ്റി ഇല്ലെന്നും പറഞ്ഞ് ഒഴിവാക്കി കളഞ്ഞേക്കണം. ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. മാത്രമല്ല, ഇങ്ങനെ ഒരു ലോൺ അപ്പനെടുത്ത കാര്യം ഞങ്ങൾക്ക് അറിയില്ലെന്നും പറഞ്ഞേക്ക്. ഹലോ ഹലോ. അളിയന് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാകണ്ട. ഉവ്വ. പുള്ളിക്കാരൻ വന്നാലേ ഉടനെ തന്നെ എന്നെ വിളിക്കണം. വിളിക്കാം. എന്നാ ശരി കളിയാ. എൻ്റെ അടുത്താണ് കളി. അല്ല, ജോണിയൊന്നും പറഞ്ഞില്ലല്ലോ. ഇതില് ഞാൻ എന്തു പറയാനാണ് ചാർലി ചേട്ടാ? ഒന്നാമത്തെ കാര്യം, എൻ്റെ കയ്യിൽ 10 പൈസയില്ല. അല്ല, അപ്പന് കിട്ടിയ ആനുകൂല്യങ്ങള് അത് ഓരോ ആവശ്യങ്ങളുള്ളതല്ലേ ചേട്ടാ. പിന്നത്തെ കാര്യം, അപ്പൻ ഇങ്ങനെ ഒരു ലോൺ എടുത്തിരുന്ന വിവരം എനിക്കറിയില്ലായിരുന്നു. അല്ല, അപ്പോ ഈ കാശ് തിരിച്ചടയ്ക്കാൻ എന്ത് ചെയ്യും? എൻ്റെ അവസ്ഥയാണ് ഞാനീ പറയണത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 1-2 രൂപയാണോ? 10-30,000 രൂപയില്ലേ? 30,000 രൂപയെ? ആ. അപ്പനിത് എന്തിനെടുത്ത്? അല്ല, ഇത് എന്നാ എടുത്തത്? എന്നെ കൊണ്ടൊരു നിവൃത്തിയില്ലട്ടെ ചേട്ടാ. ഞാൻ പെങ്ങളുടെ അടുത്ത് പോയിരുന്നു. അളിയനോടും പെങ്ങളോടും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അളിയന്റെ അടുത്ത് പറഞ്ഞു എന്നാ? ആ. ഛേ, അളിയൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? മോശമായി പോയി ചേട്ടാ, വളരെ മോശമായി പോയി. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 2-ാം വാക്യം. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. ഛേ.
ഇതെന്ത് പറ്റിയേട്ടാ? കുറേ ദിവസമായല്ലോ പ്രയറിനും മറ്റും കണ്ടിട്ട്. ഏയ്, ഒന്നിനും അങ്ങോട്ട് മനസ്സ് വരുന്നില്ല. എന്താ ഏട്ടാ, എന്താ പറ്റിയത്? എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയും. വേറൊന്നുമല്ല വർഗീസേ, ആ, ഞാനൊരു ഏടാകൂട്ടത്തിൽ പെട്ടിരിക്കുക. എന്ത് പറ്റിയേട്ടാ? ഞാൻ ആ പള്ളിപ്പറമ്പിൽ ജോസഫിന് ഒരു ലോണിന് ജാമ്യം നിന്നിരുന്നു. പുള്ളി മരിച്ചിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞില്ലേ? അതെ, അതാ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായതും ഏടാകൂടമെന്ന് പറഞ്ഞതും. ആ തുക ഇപ്പോൾ ഞാൻ അടയ്ക്കണമെന്ന്. അല്ല, അങ്ങേർക്ക് 2 മക്കളുള്ളതല്ലേ? ഉം. അവരോട് പറഞ്ഞാൽ പോരെ? മാത്രമല്ല, പുള്ളിക്കാരൻ മരിച്ചതിന് ശേഷം 6 ലക്ഷം രൂപയോളം മക്കൾക്ക് കിട്ടിയില്ലേ? രണ്ടുപേരും 15,000 രൂപ വീതം അങ്ങ് എടുത്താൽ പോരെ? സംഗതി ശരിയാ, പക്ഷേ അവരൊരു വിധത്തിലും ഈ ലോൺ അടയ്ക്കില്ല. ജോസഫിൻ്റെ മരുമോനാ വട്ടം നിൽക്കുന്നത്. അയ്യോ, അത് കഷ്ടായി പോയല്ലോ. അവരുടെ കയ്യിൽ നിന്നല്ലല്ലോ. ജോസഫേൻ്റെ പേരിൽ അവർക്ക് കിട്ടിയ മരണാനന്തര ആനുകൂല്യങ്ങളിൽ നിന്ന് ഒരു ചെറിയ ഫണ്ട് തരുന്നതിന് എന്തിനാ മടിക്കുന്നയാവോ? ചേട്ടാ, അങ്ങേരുടെ മകൻ ജോണിയായിട്ട് ഞാനൊന്ന് സംസാരിക്കണോ? 2 പേരോടും ഞാൻ മാറി മാറി സംസാരിച്ചതാ. എന്നിട്ട് ഇത് അവര് ഒരുമിച്ച് ആലോചിച്ചെടുത്ത തീരുമാന. ലോൺ അവരടക്കില്ല എന്ന്. ബാങ്കിലെ മാനേജർ എന്താ പറയണത്? അങ്ങേർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ. അവര് വേണമെങ്കിൽ മക്കളോട് സംസാരിച്ച് നോക്കാമെന്ന്. അവര് നോ പറഞ്ഞ ഞാൻ തന്നെ അത് അടയ്ക്കണമെന്ന്. ചേട്ടൻ വാ, നമുക്കിതൊന്ന് നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ അവതരിപ്പിച്ച് നോക്കാം. ആ. നമുക്ക് പ്രാർത്ഥിക്കുക ഏട്ടാ. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ചേട്ടൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഫിലിപ്പി 4:6 ഹോ, അളിയൻ ഫോണിൽ എന്നെ വിളിക്കുമ്പോഴേ അയാൾ എൻ്റെ മുമ്പിലിരിക്കല്ലേ. ആ, അയാൾക്ക് സംശയമൊന്നുമില്ലല്ലോ. ഹേ, എവിടെന്ന്? ആളെ വഴിയിൽ വെച്ച് കണ്ടപ്പോ വാ മോനെ നമുക്കൊരു ചായ കുടിക്കാന്ന് പറഞ്ഞു. അപ്പൻ്റെ കൂട്ടുകാരനല്ലേന്ന് കരുതി ഞാൻ കൂടെ ചെന്നു. റെസ്റ്റോറൻറ്റിൽ ചെന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പുള്ളി അപ്പൻ്റെ ലോണിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം മേടിച്ചതല്ലേ, അപ്പൻ്റെ കാശ് കിട്ടിയതെല്ലാം നമ്മൾ പങ്കിട്ടെടുത്തതല്ലേ എന്നോർത്ത് ഇതിനെന്ത് മറുപടി പറയണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അളിയുടെ കോള് പറഞ്ഞത്. ഒരു സംശയം തോന്നാത്ത വിധത്തിൽ ഒഴിവാക്കിയില്ലേ? പിന്നല്ലാതെ 30,000 രൂപേ. പുള്ളിക്ക് മനസ്സിലായി നമ്മുടെ നടപടി ആവൂല. ആ, എന്നാലും അപ്പനെടുത്ത ലോണല്ലേ, അപ്പൻ്റെ കാശ് നമ്മൾ പങ്കിട്ടെടുത്തതല്ലേ എന്നൊക്കെ വീണ്ടും ആലോചിക്കുമ്പോഴേ അങ്ങനെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആണെങ്കിലേ അടിയം കൊടുത്തോ. അയ്യേ, ഞാനത് വെറുതെ ഒരു ഇതിനങ്ങനെ പറഞ്ഞതേ ഉള്ളു എന്ന് കരുതി ഇത് കൊടുക്കാൻ പറ്റുമോ? 30,000 രൂപയൊക്കെ? നീതിമാന്മാരുടെ അധരം ജീവന്റെ ഉറവയാണ്, ദുഷ്ടന്മാരുടേതോ അക്രമത്തെ മൂടിവെക്കുന്നു. സുഭാഷിതങ്ങൾ 10:11. ആ, പറഞ്ഞോ. ഓ, ഇനിയിപ്പോൾ ഇന്ന് പറ്റടാ. ഞാനിപ്പോൾ വീട്ടിലെത്തി. ഇനി ഊണൊക്കെ കഴിഞ്ഞിട്ടേ വൈകിട്ട് ഇറങ്ങുള്ളൂ. അപ്പം നോക്കാന്ന്. അല്ലെങ്കിൽ നാളെ കേടാ. ആ, ശരിയെന്നാ. ഇതെന്താ നീ പുറത്തിറങ്ങിയിരിക്കണത്?
ഞാൻ വീട്ടിലേക്കല്ലേ വന്നത്. അത് അത്രയും അത്യാവശ്യമായ കാര്യമായതുകൊണ്ട്. ഇതെന്താണത്? ബാങ്കിൽ നിന്ന് ചേട്ടന് വന്ന നോട്ടീസാ. ഏത്? ആ ചാർലി എന്ന് പറഞ്ഞ ആള് പറഞ്ഞ അപ്പന്റെ ലോണിന്റെ നോട്ടീസാ? ആ നോട്ടീസ് ഇവിടെ വരുന്ന എന്തിനാ? ഇത് ആർക്കെങ്കിലും കൂട്ടുകാരന് ചേട്ടൻ ജാമ്യം നിന്നിരുന്നോ? ഞാനാ? ആ, ഒരു കിഷോറിന്. ഓ, അതൊക്കെ നമ്മ അടിച്ച് ക്ലോസ് ചെയ്തല്ലേ അപ്പന്റെ കാശ് കിട്ടിയപ്പോ. ചേട്ടനെ അടിച്ചു. പിന്നെ ഞാൻ ആരാ അടക്കണ്ടത്? എന്നാ ചേട്ടൻ ജാമ്യം നിന്നാ ആ കിഷോർ ലോൺ അടിച്ച് തീർത്തിട്ടില്ല. അത് അയാൾ അടച്ചില്ലെങ്കിലേ ചേട്ടൻ അടയ്ക്കേണ്ടി വരും. എന്നെ കൊണ്ടൊന്നും പറ്റൂല. അവന്റെ കാശ് ഞാൻ എന്തിനാ അടക്കണത്? ഇതിവിടെ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് തന്നെയല്ലേ ആ ചാർലി ചേട്ടനും ചോദിച്ചത്? അത് 30,000 ആയിരുന്നെങ്കിലേ ഇത് 40,000 ഉണ്ട്. കൊല്ലും ഞാൻ അവനാ, ആ കിഷോറിനാ. നീ അങ്ങനെ മാറിക്കേ. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. മത്തായി 7-ാം അധ്യായം 2-ാം വാക്യം. ആ ജെയിംസേ, ശരി കേട്ടോ. ശരി ഏട്ടാ. ആ ഓക്കെ. ഓക്കെ ഓക്കെ ശരി. ആ ശരി കേട്ടാ. ഓക്കെ അപ്പോൾ ഓ, എന്താണെന്നറിയില്ല വർഗീസേ, പ്രയർ കഴിഞ്ഞിറങ്ങിയപ്പോൾ മനസ്സിന് വലിയൊരു ആശ്വാസം. ചേട്ടാ, ഈ കാര്യോർത്ത് വീടിനകത്ത് തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നത് അത് ശരിയല്ല. വെറുതെ ഇരിക്കുന്ന മനസ്സ് ചെകുത്താന്റെ പണിപ്പുരയാ. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും. ഓ, എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരും. ദൈവം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? എങ്കിൽ ഞാൻ ചെല്ലട്ടെ വർഗീസേ. ആ ശരി ചേട്ടാ. ഹലോ, എന്താ ഏട്ടാ? എടീ, അവൻ്റെ ആ കിഷോറിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴേ അവൻ വീട്ടുകാരോട് പിണങ്ങിയിട്ട് നാട് വിട്ട് പോയെന്നു. ഏ, ബോംബെയിൽ എവിടെയാണെന്ന്. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? അയാളുടെ അഡ്രസ് ഒന്നുമില്ലേ? അഡ്രസ്സൊന്നും അവർക്ക് അറിയില്ലെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേട്ടാ? അവൻ്റെ ചേട്ടൻ്റെ അടുത്തേ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അയാളെ വിളിക്കാൻ സാധ്യതയുണ്ടെന്ന്. പിന്നെ ഇങ്ങനെ നാടും വീടും വിട്ടുപോയിരിക്കുന്ന ആള് എങ്ങനെ ലോൺ അടക്കാനാ? അങ്ങനെ വല്ലതും സംഭവിക്കണമെങ്കിലേ എന്തെങ്കിലും അത്ഭുതം നടക്കണം. ഇടി അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല. ചേട്ടൻ എന്താന്ന് വെച്ചാ ആലോചിച്ച് ചെയ്യും. ആ ശരിയെന്നാ.
ഹലോ. ആ അളിയ, അളിയനിപ്പോ എവിടെയാണ്? എന്തു പറ്റി അളിയാ? അല്ല, നമുക്കേ ആ ചാർജറിന്റെ കാശ് കൊടുക്കണം. ഏ കൊടുക്കാന്നു? അത് അപ്പാ അത് ശരിയായില്ല. ആ കാശ് തിരിച്ചു കൊടുക്കണം. അത് നമ്മുടെ അപ്പനെ അടുത്ത് ലോണാണ്. അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അളിയൻ കാശൊക്കെ റെഡിയാക്കിയിട്ടേ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാ. നമുക്ക് ഒരുമിച്ച് അവിടെ നിന്ന് പോവാം. ആ ശരി എന്നാ. ഹലോ. ആൻ്റപ്പാ, ഇത് ഞാനടാ, കിഷോർ. എടാ, നീ എൻ്റെ വീട്ടിൽ പോയിരുന്നല്ലേ? ഞാനവിടെ ഇല്ലടാ, ഞാൻ ബോംബെയിലാ. ചേട്ടൻ എന്നോട് എല്ലാം പറഞ്ഞു. ലോൺ അടയ്ക്കാനുള്ളതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീ ചേട്ടനെ പോയി കണ്ടാൽ മതി, കേട്ടടാ? എടാ, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. ഞാൻ കുറച്ച് തിരക്കിലാ. ശരിടാ, ഓക്കെ. ശരിടാ. ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സങ്കീർത്തനങ്ങൾ 145 അധ്യായം 18 വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.